പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം അന്യായ ബന്ധനങ്ങളെ ദൈവം അഴിക്കുന്നു. യെശയ്യാവ് 58:6 അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വാതന്ത്ര്യരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ അന്യായമായ ബന്ധനങ്ങളാൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ അന്യായ ബന്ധനങ്ങൾ എന്താണെന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ ദൈവീകമല്ലാതെ നമ്മളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് നമ്മൾ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് അന്യായമായി ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ എന്താണ്, ഈ ബന്ധനങ്ങളെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഈ അന്യായ ബന്ധനങ്ങൾ, അന്യായ ബന്ധനം എന്ന് പറയുമ്പോൾ ന്യായമല്ലാത്ത ബന്ധനങ്ങൾ, ന്യായമല്ലാത്ത എല്ലാ കാര്യങ്ങളും അന്യായം എന്നാ നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം നീതിയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും കള്ളങ്ങൾ അതിനകത്ത് കലർത്തി ആ കാര്യത്തിൽ മേൽ കള്ളം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ അത് ചെയ്യുന്നുവെങ്കിൽ ആ ചെയ്യുന്ന നമുക്കറിയാം ഒരിക്കലും ന്യായമായിട്ടല്ല നമ്മൾ ആ കാര്യം ചെയ്യുന്നത്. അതിൽ നമ്മൾ കള്ളങ്ങൾ കൂടി യോജിപ്പിച്ചത് കൊണ്ട് അന്യായമായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ആ ചെയ്യുന്ന പ്രവൃത്തി, അന്യായമായിട്ടുള്ള ബന്ധനം, ആ അന്യായമായ കാര്യങ്ങളിലൂടെ നമ്മൾ ബന്ധിക്കപ്പെടുകയാണ്. അതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഏത് അന്യായ ബന്ധനങ്ങളെയും അഴിക്കുവാൻ നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വാതന്ത്ര്യരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. അപ്പോൾ അന്യായ ബന്ധനങ്ങൾ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ കണ്ടുപിടിച്ച് അന്യായമായ ബന്ധങ്ങളുടെ കയറുകളെ പൊട്ടിച്ചു കളഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന്റെ മേഖലകളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വിടുതൽ നൽകും. ഈ അന്യായ ബന്ധനങ്ങൾ ഏത് രീതിയിലാണ് ഈ ബന്ധനങ്ങൾ കുരുങ്ങിക്കിടക്കുന്നു എന്ന് നമുക്ക് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതായത് ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ശൂഖാർ എന്ന പട്ടണത്തിൽ കിണറ്റിന്റെ കരയിൽ ഉണ്ടായിരുന്ന വെള്ളം കോരിക്കൊണ്ടിരുന്ന സഹോദരിയോട് യേശു പറഞ്ഞു, സ്ത്രീയെ, ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കത്തില്ല. പക്ഷെ നീ കോരുന്ന വെള്ളം കുടിച്ചാൽ ദാഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സഹോദരി ആവശ്യപ്പെട്ടു, ആ വെള്ളം എനിക്ക് വേണം. അപ്പോൾ യേശു അവളോട് വളരെ ജ്ഞാനത്തോടെ യേശു അവളോട് പറയുന്ന വാചകം ഇങ്ങനെയാണ്: നിനക്ക് ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം ഞാൻ നൽകണമെങ്കിൽ നീ ചില അന്യായ ബന്ധങ്ങളുമായി കുടുങ്ങിക്കിടക്കുകയാണ്.
ഈ അന്യായ ബന്ധത്തിൽ നിന്നും നീ പൂർണ്ണമായി അത് ഉപേക്ഷിച്ചിട്ട് ആ ബന്ധങ്ങളെയെല്ലാം പൊട്ടിച്ചു കളഞ്ഞിട്ട് നീ മടങ്ങി വന്നാൽ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം ഞാൻ നിനക്ക് നൽകാം. അതായത് യേശു പറയുന്നു, ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം ഞാൻ നിനക്ക് നൽകണമെങ്കിൽ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, 4 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ള വ്യക്തിയോ നിന്റെ ഭർത്താവല്ല. ഈ ബന്ധനത്തിന്റെ കുരുക്ക് നീ തന്നെ അഴിച്ചിട്ട് ആ അന്യായ ബന്ധം, അപ്പം ന്യായമല്ലാത്ത വിവാഹ ബന്ധമാണ് ഇവളിൽ ഉണ്ടായിരിക്കുന്നത്. ന്യായമായ ബന്ധമെന്ന് പറയുമ്പോൾ മൂപ്പന്മാരെ കൂട്ടിവരുത്തി, സഭയെ കൂട്ടിവരുത്തി, ദൈവനിയോഗപ്രകാരം പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് സകല ജനത്തെ സാക്ഷ്യപ്പെടുത്തി വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്ന ജീവിതമാണ് ന്യായമായ ജീവിത ശൈലി, ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ ഈ സഹോദരിയുടെ ജീവിതം അന്യായമായ കുടുംബ ജീവിതമാണ് നയിക്കുന്നത്. അപ്പോൾ ഇവൾക്ക് എത്ര അധ്വാനിച്ചാലും എത്ര മുന്നോട്ട് പോയാലും വീണ്ടും ഇവൾക്ക് പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവളുടെ കുടുംബ ജീവിതത്തിന്റെ മേഖലകളിൽ ഇവൾ കുടുംബമായി ജീവിക്കുന്നത് അന്യായ ബന്ധത്തിലൂടെയുള്ള കുടുംബ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യായമായ ഒരു ബന്ധമല്ല അവളെ ജീവിതത്തിലുള്ള, അന്യായ ബന്ധം, ദൈവീക നിയോഗമല്ലാത്ത ബന്ധമാണ്. അപ്പൊ യേശു പറയുന്നു, ഞാൻ നൽകുന്ന വെള്ളം നിനക്ക് കുടിക്കണമെങ്കിൽ നീയായിട്ട് ബന്ധം സ്ഥാപിച്ച ന്യായമല്ലാത്ത കുടുംബജീവിതം, അന്യായമായ ബന്ധങ്ങളെയെല്ലാം നീ പൊട്ടിച്ചു കളഞ്ഞ് നീ കടന്നു വരുന്നുവെങ്കിൽ ഞാൻ നിനക്ക് ജീവന്റെ വെള്ളം ഞാൻ നിനക്ക് നൽകും. ആ ജീവന്റെ വെള്ളം ക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ന്യായമായിട്ടാണ് എന്നല്ല, അന്യായമായ ഏതെങ്കിലും ബന്ധങ്ങളോ അന്യായമായ ഏതെങ്കിലും കാര്യാദികളോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു, പരിഹരിക്കപ്പെടുന്നില്ല. ദൈവീകമല്ലാത്തതായ അന്യായമായ ഏതെങ്കിലുമൊക്കെ നമ്മൾ അന്യായപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ള വിഷയങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ അത് ഏറ്റുപറഞ്ഞ് ആ ദൈവീകമല്ലാത്ത അന്യായ ബന്ധങ്ങളെ പൊട്ടിച്ച് അതിനെ അഴിക്കുക എന്നാണ്. ആ സഹോദരി യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഞാൻ നയിക്കുന്ന ബന്ധം അന്യായ ബന്ധമാണ്. ന്യായമായിട്ടുള്ളൊരു ബന്ധത്തിലല്ല ഞാൻ പോകുന്നത്, അന്യായമായ ബന്ധമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ അവൾ അനുസരിക്കുകയും ആ ബന്ധങ്ങളെ, അവളുടെ ജീവിതത്തിൽ സുഖകരമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയാതെ അന്യായ ബന്ധങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന കുരുക്കിനെ പരിശുദ്ധാത്മാവ്, അതായത് കർത്താവ് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൾ അതിൽ പാപബോധമുണ്ടായി നിയോഗമല്ലാത്ത ബന്ധങ്ങളെ അവൾ അഴിച്ചു മാറ്റി അവളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി അവൾ സ്വീകരിച്ച് ദൈവമകളായിട്ട് അവളുടെ ജീവിതത്തിൽ അനുഗ്രഹമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു അവളിലൂടെ സംസാരിക്കുമ്പോൾ, അവളുടെ അന്യായ ബന്ധങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അതവൾ അനുസരിക്കുകയും അതുപോലെ ചെയ്യുവാനും അവളെ ജീവിതത്തെ ക്രമപ്പെടുത്തി ആ ബന്ധങ്ങൾ അഴിച്ചു കളഞ്ഞപ്പോൾ സുഖകരമായ, സുഗമമായ, അനുഗ്രഹമായ ഒരു ജീവിതം ഭൂമിയിൽ നയിക്കുവാൻ ആ സഹോദരിയെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ സുഖകരമായോ
അനുഗ്രഹമായോ മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മയും ബന്ധിച്ചിരിക്കുന്ന ഏതെങ്കിലും അന്യായമായ ബന്ധങ്ങളുണ്ടെങ്കിൽ, ദൈവീകമല്ലാത്ത ബന്ധങ്ങളോ ഇടപാടുകളോ, ദൈവീകമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളോ സ്ഥാനങ്ങളോ നമ്മളിലുണ്ടെങ്കിൽ, ആ അന്യായമായിരിക്കുന്ന വിഷയത്തെ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അതിനെ അഴിക്കേണ്ടത് അഴിച്ച്, ക്രമപ്പെടുത്തേണ്ടത് ക്രമപ്പെടുത്തി, ജീവിത വിശുദ്ധിയിലെ ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി നമ്മെ തന്നെ സമർപ്പിച്ച് ആ അന്യായമായ ബന്ധനത്തെ എന്താണെന്ന് നമ്മൾ കണ്ടെത്തി ആത്മാവിൽ അഴിച്ച് നമ്മൾ ക്രിസ്തുവിന്റെ മുന്നിൽ പ്രാഗൽഭ്യത്തോടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ സുഖകരമായ, സുഗമമായ, അനുഗ്രഹമായ, ആശീർവദിക്കപ്പെട്ട നന്മയും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് നമുക്ക് ആത്മാവിൽ ബലപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സഹായിക്കും. അന്യായമായ ഏതെങ്കിലും ബന്ധനങ്ങളിൽ നമ്മളിൽ കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ അത് ഏത് അന്യായ ബന്ധനമാണെന്ന് കണ്ടുപിടിച്ച് അതിനെ നമ്മൾ അഴിച്ച് പൊട്ടിച്ചു കളഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആ സഹോദരിയുടെ ജീവിതത്തിൽ അന്യായ ബന്ധം എന്താണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണർത്തിയപ്പോൾ അവൾക്ക് തിരിച്ചറിയുവാനും അതിനെ അഴിച്ചു മാറ്റി അവൾ ക്രിസ്തുവിന്റെ വഴിയിൽ പൂർണ്ണമായി തിരിഞ്ഞപ്പോൾ അവളെക്കുറിച്ച് അനുഗ്രഹമായ തിരുവചനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മകളെ സഹായിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അന്യായ ബന്ധങ്ങളെ അഴിച്ച് സ്വാതന്ത്ര്യമാക്കുന്ന ക്രിസ്തുവിന്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അറിഞ്ഞും അറിയാതെ ഏതൊക്കെ ദൈവീകമല്ലാത്ത അന്യായ ബന്ധങ്ങൾ നമ്മളെ ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുന്നുവോ, കർത്താവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി അതിനെ അഴിച്ചു മാറ്റി സ്വാതന്ത്ര്യമാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധ കർത്താവെ, ജനത്തിനായി സ്തുതിക്കുന്നു. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി അവർ വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.